സ്വാമിനി അമൃതമാതയുടെ 15ാമത് സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് VSPM ട്രസ്റ്റ് രക്ഷാധികാരികളിൽ ഒരാളായ കൃഷ്ണമണി അവതരിപ്പിച്ച സ്വാമിനി അമൃതമാത അനുസ്മരണത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൊച്ചിൻ പോർട്ടിലെ ജോലി വിട്ടിട്ട് ശിവഗിരിയിൽ പോയി അല്ലെങ്കിൽ ശാരദാഗിരിയിൽ താമസിച്ച് അവിടെ നിന്ന് ശിവഗിരിയിലേക്ക് വന്ന് ഈ ഒരു ഗുരുദേവനെ ഗുരുദേവൻ എന്തായിരുന്നോ ആഗ്രഹിച്ചിരുന്നത് അത് ജീവിതത്തിൽ എല്ലാവരെയും ഹൃദയത്തിലേക്ക് എത്തിക്കാൻ അവൻ ജീവിച്ച് ജനിച്ച് വളർന്ന സ്ഥലത്തേക്ക് വന്ന് ഇവിടെ ഒരു സേവിക ആശ്രമം സോദരിമാർക്കായിട്ട് അങ്ങനെ 1, 2, 3 രണ്ടുപേർക്കാണ് സ്വാമി പത്മപ്രിയമാത, സ്വാമി ശാരദാ പ്രിയമാത. എൻ്റെ അറിവിൽ ഈ 2 പേർക്കാണ് സന്യാസിനിയായിട്ട് അവരും ജീവിതത്തിൽ പല മേഖലകളിലും വെല്ലുവിളിയുടെ കൂടെ നിന്നവരാണ്. നമ്മളൊക്കെ കുടുംബത്തിലുണ്ടായിരുന്നു. ഇവർക്കാണ് അവർ സന്യാസി എന്ന പദവിയിലേക്ക്, അത് വെല്ലുമ്മയ്ക്ക് ആണ് ആദ്യത്തെ സന്യാസിനിയാണ്. ശ്രീനാരായണ ഗുരുവോടുള്ള ആദ്യത്തെ സന്യാസിനിയാണെന്നാണ് എൻ്റെ അറിവ്. പണ്ട് അമ്മ എപ്പോഴും പറയുമായിരുന്നു കൊച്ചിൻ പോർട്ടിലെ ആദ്യത്തെ വനിതയാണ്. 2 വനിതമാര് ഒരു ദിവസം ജോയിൻ ചെയ്ത ആദ്യത്തെ കൊച്ചിൻ പോർട്ടിലെ ആദ്യത്തെ വനിതയാണ്. ക്ലാസ് 1 ഓഫീസറായിട്ട് സെക്രട്ടറി ബിൽഡിംഗിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. അപ്പൊ അവർക്ക് എത്ര നല്ല അഭിമാനമാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. കൂടുതൽ അരിതമെന്ന് തോന്നുന്നതിനേക്കാളും അഭിമാനമാണ്. അങ്ങനെ പിന്നെ സന്യാസിനി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു സുപ്രഭാതത്തില് നമ്മുടെ വെല്ലമച്ചി സുശീല സന്യാസിനിയാവുന്നു. സ്വാമിനി അമൃതമാത. ഇതൊക്കെ നമ്മൾ പിന്നീടാണ് സ്വാമിനി ഒരു സന്യാസി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാൽ അതിന്റെ മഹത്വം അത് എത്രമാത്രമാണെന്ന് തിരിച്ചറിയുന്നത് വളരെ 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 വർഷങ്ങൾക്ക് ശേഷം. ഇന്ന് ഞാൻ വരുമ്പോ സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സമാധി മണ്ഡപമുണ്ട്, ഒരു സമാധി, ഒരു ആശ്രമം, അതിനോടനുബന്ധിച്ച് ഒരു സമാധി മണ്ഡപം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെയൊക്കെ സന്ദർശിച്ചു. നമ്മുടെ വീടിന് അടുത്തുണ്ടെങ്കിൽ, നമ്മുടെ സ്കൂൾ കുട്ടികൾ അവിടെയാണ് പഠിക്കുന്നതെങ്കിൽ ഈ ഒരു സ്ഥലത്ത് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രം, മൂത്തോന്ന ക്ഷേത്രം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം, ഗുരുവിന്റെ സാന്നിധ്യം ഉള്ള ഒരു സ്ഥലം, ഗുരുവിന്റെ സാന്നിധ്യമുള്ള ഒരു ആശ്രമം. കൂടുതലായിട്ട് ഞാൻ പറയുന്നത് 8ാം ക്ലാസ്സിൽ വെച്ചാണ് എനിക്ക് ആദ്യമായിട്ട് മാറ്റം കിട്ടുന്നത്. അത് വല്യമ്മ തന്നതാണ്. 1 വർഷക്കാലം വല്യമ്മ വർക്കലയിൽ പോകുന്നതിന് മുമ്പ് 1 വർഷക്കാലം ഐലൻഡിലെ ക്വാർട്ടേഴ്സിൽ അവിടെ ഉണ്ടായിരുന്നു. ഒരു വെക്കേഷൻ മുതൽ അടുത്ത വെക്കേഷൻ വരെ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 8ാം ക്ലാസ് 7ാം ക്ലാസ്സിന്റെ ലാസ്റ്റ് വെക്കേഷൻ ടൈമിലാണ് അമ്മയും അച്ഛനുമായിട്ട് അവനെ വിലയെടുത്ത് കൊണ്ടാക്കുന്നത്. വീട്ടിൽ 1-2 സാഹചര്യങ്ങൾ. പക്ഷെ അവിടെ നിന്നാണ് എല്ലാ ദിവസവും ദൈവദർശനം, എല്ലാ ദിവസവും ശ്രീനാരായണ ഗുരുമൂർത്തി. നമ്മൾ കാത്തിരിക്കുന്നത് ദൈവദർശനം ചൊല്ലാനോ ശ്രീനാരായണ ഗുരുമൂർത്തി എന്ന് ചൊല്ലാനോ അല്ല. അത് ചൊല്ലിയാലാണ് വല്യമ്മ ധ്യാനിച്ചു കഴിഞ്ഞ് കിട്ടുന്ന കൽക്കണ്ടവും മുന്തിരി. ഈ കൽക്കണ്ടവും മുന്തിരിയാണ് നമ്മളുടെ പ്രചോദനം. ഇത് കഴിഞ്ഞ കൽക്കണ്ട മുന്തിരി കിട്ടണമെങ്കിൽ നമ്മൾ വാദടത്തി ചേച്ചിയുടെ ഉണ്ട്. അപ്പൊ വാദടത്തി നമ്മൾ വാതിൽ തുറക്കാൻ നോക്കിയിരിക്കും. വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത പ്രവേശനമുണ്ട്. അത് കഴിയുമ്പോൾ ദൈവദർശനവും ചൊല്ലണം. ശ്രീനാരായണ ഗുരുമൂർത്തി കഴിയുമ്പോൾ ഒരുമിച്ച് എല്ലാവർക്കും കൽക്കണ്ട മുന്തിരി തരും. അത് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കുമ്പോൾ അന്ന് വളരെ സാത്വികമായിട്ടാണ് വെള്ളയാണ് ധരിച്ചിരുന്നത്. നമ്മൾക്കൊക്കെ ഒരു പിടിക്കുന്നത്. നമ്മൾ എന്തൊക്കെ കഴിച്ചാൽ മീനും മുട്ട ഒക്കെ കഴിച്ചാലും വെള്ളമേടയിൽ ഒരു പിടി കിട്ടുന്നത്. രാത്രി കിട്ടണം, രാവിലെ. അപ്പൊ കാക്കിക്ക് ആദ്യം എടുത്ത് വെക്കും. ആദ്യം എടുത്ത് വെക്കുന്നത് ഒരു ഉള്ള കാക്കിക്കാണ്. അത് കഴിഞ്ഞ് ഇവിടെയുള്ള പ്രഭചേച്ചി, ഇവിടെ അടുത്തുള്ള പ്രഭചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ എന്താ ചേച്ചി വീരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ വലിയൊരു ജീവിതത്തില് നമ്മള് എന്നോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒക്കെ. ഇപ്പോഴാണ് ഞാൻ നിത്യം ഓർക്കുന്നത്. പണ്ട് നമുക്ക് അതിന്റെ മഹത്വം അറിയില്ല. ഈ മന്ത്രം കിട്ടിയ മഹത്വം അറിയില്ല. പക്ഷെ ഐ യൂസ് ടു ചാന്റ് ദാറ്റ് മന്ത്രം. എനിക്കൊരു ചെറിയ പേപ്പറില് 3 മന്ത്രങ്ങൾ എഴുതുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ആയിട്ട് ചാന്റില്ല. ആ മന്ത്രമാണ് ഒരു ഗുരുമന്ത്രം. ശ്രീ ഗുരുഭ്യോ നമഃ
ഓം ഗം ഗണപതേ നമോ ഓം സരസ്വത്യേ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു. ഇന്നും ഞാൻ പോകുമ്പോൾ ഓൾവേസ് കൃഷ്ണ വന്ദേ ജഗദ്ഗുരു. പിന്നീടാണ് അത് അറിയുന്നത് ഭഗവത്ഗീത ധ്യാനത്തിലുള്ള 5ാമത്തെ ശ്ലോകമാണ് ആ കൃഷ്ണ വന്ദേ ജഗദ്ഗുരു. പിന്നെ സാധാരണ നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ ഇത്രയും വർഷമായില്ല, അതുകൊണ്ട് നമുക്ക് കിട്ടിയ മന്ത്രത്തിൽ നമുക്ക് പറയാം, എല്ലാവരോടും പറഞ്ഞുള്ളൂ. സരസ്വതി ചരണാരവിന്ദം ശിരസിൽ വച്ചുക കുമ്പിളിനെ പഠിച്ചതെല്ലാം ഓർമ്മിച്ചിടുവാൻ വരപ്രസാദം തരുന്നത്. ഇതേ ഞാൻ ഉപയോഗിച്ച ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള എക്സാം ഫോർമുല. പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ മന്ത്രം ചൊല്ലിക്ക് പോകും, അവിടെ ഈ ഉത്തരം കിട്ടിയാലും ചൊല്ലും. പിന്നെ എനിക്ക് എപ്പോഴും പറയാം, ഞാൻ MA-ക്ക് TS എലിയറ്റിന്റെ പോയിന്റ് പഠിച്ചത് എല്ലാം ചെയ്ത് നോക്കാം. MA-യുടെ കുറെ പുസ്തകത്തിൽ കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ കഴിയില്ല. എങ്കിൽ പോലും ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും പിന്നെ ഇവിടെ വന്നിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ബ്രഹ്മവിദ്യാ ക്യാമ്പ് ശ്രീനാരായണ ഗുരുവിനെ തന്നെ വളരെയധികം. ഇവിടെ നമ്മള് മായ ഉണ്ടായിരുന്നു, അമ്മാവിന്റെ മകള് മായ. നമ്മളിവിടെ ക്യാമ്പിൽ ഉണ്ടാവും, കുട്ടികളുണ്ടാവും. And we all enjoy it. ഇവിടെ ഒരു അന്തരീക്ഷം മറ്റൊരു അന്തരീക്ഷം. So really I feel everybody should come here. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.